വെൽക്കം ടു കുക്കറി റെസിപ്പീസ്. ഇന്ന് നമ്മൾ പുതിയൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോണത്. വേറെ ഒന്നുമല്ല, ചക്കക്കുരു മാങ്ങയും കറി വയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ മെയിൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചക്കക്കുരും അതുപോലെ തന്നെ മാങ്ങയാണ്. അപ്പോൾ നമുക്ക് ചക്കക്കുരു എന്ന് പറയുമ്പോൾ നന്നാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ചിരണ്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചക്കക്കുരുവിനെ ഒന്ന് അമ്മിക്കല്ലിൽ വെച്ച് ഇടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്കതിൻ്റെ തൊലി മാത്രമായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം ഇതുപോലെ നീളത്തിലാണ് നമുക്കതിനെ കീറിയെടുക്കേണ്ടത്. അപ്പോൾ നീളത്തിൽ തന്നെ കീറിയെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി. മുളക് പൊടി എന്ന് പറയുന്നത് 2 ടീസ്പൂൺ മതി. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് 1 ടീസ്പൂൺ. പിന്നെ മാങ്ങയാണ് വേണ്ടത്. അതിനുശേഷം കുക്കറിലേക്ക് നമുക്ക് ചക്കക്കുരുവിനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ലേശം കല്ലുപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതിനെ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചക്കക്കുരു വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഉടച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമാങ്ങ ഇട്ട് കൊടുക്കണം. പുളിയുള്ള മാങ്ങ ആയിരിക്കണം. അപ്പം നമുക്ക് അതിട്ട് കൊടുക്കാം. അത് മൊത്തം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിനെ മൂടി വെച്ചിട്ട് വേവിക്കാം. ജസ്റ്റ് മൂടി വെച്ചാൽ മതി, ഫുള്ളായിട്ട് കുക്കറിൽ ലോക്ക് ചെയ്യണമെന്നില്ല. അതിനുശേഷം ആ ടൈം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ തേങ്ങ അരച്ച് വെച്ച് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അത് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇനി ആ ടൈമിൽ നമുക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളക് പിന്നെ കറിവേപ്പില ഇത്ര എടുത്ത് വെക്കണം. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. അതിനുശേഷം അത് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് വറ്റൽമുളക് 2ആയിട്ട് കീറിയിട്ട് ഇട്ടിട്ട് നന്നായി വാട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടാകുന്ന കറിയിലേക്ക് താളിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങയും കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.